എൻ്റെ കയ്യിൽ 5 രൂപ ഉള്ളപ്പോൾ എൻ്റെ കയ്യിൽ 6-7 രൂപയുണ്ടെന്ന് ഞാൻ പറയുന്നത് മനസ്സിലാക്കാം. എൻ്റെ കയ്യിൽ ഒന്നുമില്ലാത്തപ്പോൾ ഞാൻ കോടീശ്വരനാണ് എന്ന് പറയുന്നതിനകത്തുള്ള യുക്തിരാഹിത്യം. 1947 ഇന്ത്യൻ രൂപയുടെ വില $1 തുല്യമായിരുന്നു. എന്ന് പറഞ്ഞാൽ പണ്ട് ഈ സ്കൂൾ പ്രസംഗ മത്സരങ്ങളിൽ പണ്ട് ചില ആളുകൾ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് കുട്ടികൾക്ക്. നിങ്ങൾ കാര്യം ചെയ്യും, 1964 നെഹ്റു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കയ്യിൽ നിന്നൊരു വാചകം ഉണ്ടാക്കി തട്ടിവിട്ടേക്കും. കുട്ടികൾക്ക് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിനതാവാം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ 1947 ഇന്ത്യൻ രൂപയുടെ വില 30 സെന്റ് മാത്രമാണ്. പ്രധാനമന്ത്രി പറയുന്നു $1 ആയിരുന്നു ഇന്ത്യൻ രൂപയുടെ വില എന്ന്. ഭാരതത്തിൻ്റെ ചരിത്രത്തിനെ അപനിർമ്മിക്കുവാൻ വേണ്ടി നുണകൾ കൊണ്ട് കോട്ടകൾ കെട്ടാൻ ശ്രമിക്കുന്നു. ഭാരതത്തിൻ്റെ ചരിത്രത്തിനെ അപനിർമ്മിക്കുവാൻ വേണ്ടി നുണകൾ കൊണ്ട് കോട്ടകൾ കെട്ടാൻ ശ്രമിക്കുന്നു. അതിപ്പോൾ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ നേതാക്കൾ പറയുന്നതൊക്കെ നമുക്കങ്ങ് വിടാം. പല ചാനൽ ചർച്ചകളിൽ പല വിഷയങ്ങളിൽ ആവിഷ്കാര സ്വാതന്ത്ര്യവുമായുള്ള ചർച്ചകളിലൊക്കെ പങ്കെടുത്ത് പല നേതാക്കളും പറഞ്ഞത്, ഞാനടക്കമുള്ളവർ ഇരിക്കുന്ന ചർച്ചകളിൽ വെച്ച് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, അലാവുദ്ദീൻ ഖിൽജി എന്ന മുഗൾ രാജാവ്. ഞാൻ പറഞ്ഞു ക്ഷമിക്കണം, അത് പഠിക്കാത്തത് കൊണ്ടാണ്. അത് ഖിൽജി വംശമാണ്. മുഗൾ രാജാവ് ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസീബ്, ബഹദൂർ ഷാ സഫർ വരെ ജഹദർ ഷായും ഫറൂഖ് സിയാർ ഉള്ള രാജാക്കന്മാരാണെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത ആൾ പറഞ്ഞു, ഞാൻ എന്തോ ഒരു കാര്യത്തിന് സംസാരമധ്യേ EMSഉം ശ്രീനാരായണ ഗുരുവും അടക്കമുള്ളവർ ചേർന്ന് സൃഷ്ടിച്ച നമ്മുടെ നാടിൻ്റെ നവോത്ഥാനത്തെക്കുറിച്ചോ മറ്റോ പരാമർശിച്ചപ്പോൾ, അങ്ങനെയൊക്കെ പറയരുത് കേട്ടോ, നാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയപ്പോൾ EMS തിരിഞ്ഞുപോലും നോക്കിയില്ല എന്ന് പറഞ്ഞ സംഘപരിവാർ നേതാവുണ്ട്. അപ്പോൾ ഞാൻ വിനയത്തോടെ പറഞ്ഞു, ശരിയാണ്, പക്ഷെ തെറ്റ് EMSൻ്റെ പിതാവിൻ്റേതാണ്. കാരണം ഈ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തുന്ന 1888 EMS ജനിച്ചിട്ടില്ല. അപ്പം EMSനെ പോലൊരു തൃഷ്ണാശാലിയെ 50 വർഷങ്ങൾക്ക് മുമ്പ് സൃഷ്ടിക്കണമായിരുന്നു എന്നുള്ള ആരോപണത്തോടാണെങ്കിൽ യോജിക്കാം. അപ്പം അത്തരത്തിലുള്ള വിഡ്ഢിത്തരങ്ങൾ അവർ പറയാറുണ്ട്. പക്ഷേ എനിക്ക് രാഷ്ട്രീയ നേതാക്കൾ പറയുന്ന വിഡ്ഢിത്തരത്തോട് പ്രതിവചിക്കുന്നതിൽ താല്പര്യമില്ല എന്ന് മാത്രമല്ല, അതെൻ്റെ അജണ്ടയോ എൻ്റെ വിഷയമോ അല്ല. ഞാൻ ഈ പറയുന്നത് രാഷ്ട്രീയ ഉദ്ദേശങ്ങൾ കൊണ്ടുമല്ല. ഞാൻ അടിസ്ഥാനപരമായി ജീവിക്കുന്നത് വൈജ്ഞാനിക മേഖലയിലെ ഇടപെടലുകൾ കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്, കഴിഞ്ഞ 3 ദശാബ്ദമായി, എൻ്റെ ചെറുപ്പകാലം മുതൽ തന്നെ. അപ്പോൾ പ്രാഥമികമായി ഒരു രാജ്യത്തിലെ വൈജ്ഞാനിക മേഖലയിൽ ഉണ്ടാകുന്ന ന്യൂനതകൾക്ക് കാരണക്കാരൻ ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ ആയി വരുന്നു എന്ന് പറയുമ്പോൾ അപമാനം കൊണ്ടാണ് പ്രതികരിക്കുന്നത്, വേദന കൊണ്ടൊരു ഭാരതീയ എന്നുള്ള രീതിയിൽ പ്രതികരിക്കുകയാണ്. റേ ടോംലിൻസൺ ഇമെയിൽ കണ്ടുപിടിക്കുന്നു. ഈ റേ ടോംലിൻസൺ ആണ് ഇമെയിൽ കണ്ടുപിടിച്ചത് എന്നുള്ള അവകാശവാദത്തിൽ പോലും പിശകുണ്ട്. ലോകത്തിലെ സത്യത്തിൽ ഇമെയിൽ ഉൽപ്പാദിപ്പിച്ചത് റേ ടോംലിൻസൺ ആണ് എന്ന് ബ്രിട്ടീഷ് അമേരിക്കൻ മാധ്യമങ്ങൾ അച്ചടിച്ചിറക്കിയ പുസ്തകങ്ങളിലും ഈ ഗൂഗിൾ നെറ്റ്വർക്കുകളുമൊക്കെ ഒരുപക്ഷെ ഇമെയിൽ കണ്ടുപിടിച്ചതാര് എന്ന് റേ ടോംലിൻസൺ എന്ന് എഴുതുകയും ഇപ്പോഴും PSC പരീക്ഷകൾക്ക് ഉത്തരമായി റേ ടോംലിൻസൺ എഴുതാൻ വേണ്ടി ഗൈഡുകളിൽ അച്ചടിച്ചു വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ അതുമല്ല, അതിന് റേ ടോംലിൻസൺ അല്ല, മറിച്ച് ഇന്ത്യൻ വംശജനായ ശിവം അയ്യാത്തുരൈ എന്ന 14 വയസ്സുള്ള ഒരു ബാലനാണ്, അമേരിക്കയിൽ ജീവിച്ചിരുന്ന ബാലനാണ് 1978 മെഡിക്കൽ സംബന്ധമായ പഠന പദ്ധതികൾക്ക് വേണ്ടി ഈ മെയിലിംഗ് സിസ്റ്റം, ഇലക്ട്രോണിക് മെയിലിംഗ് സിസ്റ്റത്തിൻ്റെ പ്രാഥമിക രൂപം വ്യക്തമായി ആവിഷ്കരിച്ചത് ഈ പറയുന്ന ഇന്ത്യൻ ബാലനാണ്. ഇപ്പം പക്ഷേ നമ്മൾ പഠിക്കുന്നതൊന്നുമല്ല, ശ്രീ നരേന്ദ്രമോദിയാണ്. അശ്വമേധം ചെയ്യാൻ എനിക്ക് പണ്ട് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. ഇന്ത്യക്കകത്ത് ഞാൻ സുഖമായി 30 വർഷം 26 വർഷം കൊണ്ട് ആ പ്രോഗ്രാം ചെയ്യുന്നത്. തമിഴിലും തെലുങ്കിലും ശ്രീലങ്കയിലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ടെലിവിഷൻ കണ്ടുപിടിച്ച ഒരാളിന് മനസ്സിൽ വിചാരിച്ചാൽ 20 ചോദ്യം ചോദിച്ച് നിങ്ങളുടെ മനസ്സിൽ TV കണ്ടുപിടിച്ച ആളല്ലേ? അതെ. ജോൺ ലോഗി ബിയേർഡ് അല്ലേ മനസ്സിൽ? അതെ, കൊള്ളാം പ്രദീപ് എന്ന് പറയും. ഇപ്പം അത് പറയുന്നില്ല. ജോൺ ലോഗി ബിയേർഡ് അല്ലേ? അല്ല. പിന്നെ TV കണ്ടുപിടിച്ച ആളെന്ന് പറഞ്ഞു. അതെ, TV കണ്ടുപിടിച്ച ആൾ തന്നെ, പക്ഷെ പ്രദീപ് പറഞ്ഞ ആളല്ല. അതെന്താ? അത് പ്രധാനമന്ത്രി പറഞ്ഞു TV കണ്ടുപിടിച്ചത് സഞ്ജയനും സപ്തർഷിമാരും ചേർന്നാണെന്ന്. അറിവിനെ ഐതിഹ്യവൽക്കരിക്കുക എന്ന് പറയും. അറിവിനെ ഐതിഹ്യവൽക്കരിക്കുന്നത് പോലെ അപകടം പിടിച്ചൊരു പ്രവൃത്തിയില്ല. ഒരു സിവിലൈസേഷൻ, ഒരു സംസ്കാരം വികസിക്കുന്നത്, മനുഷ്യ ചരിത്രം വികസിച്ചത് കായികനികൾ ഭക്ഷിച്ച്, കാട്ടിലെ വെള്ളം കുടിച്ച്, കാട്ടുമൃഗങ്ങളെ വേട്ടയാടി പിടിച്ച് അങ്ങനെ ജീവിച്ച മനുഷ്യൻ അവിടെ നിന്ന് ഈ കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് നിൽക്കുന്നത് അനുനിമിഷം മുകളിലേക്ക് അല്ലെങ്കിൽ മുന്നോട്ട് യാത്ര ചെയ്താണ്. ശ്രീ നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ നുണകളിലൂടെ പിന്നോട്ട് യാത്ര ചെയ്യുന്നു.
ഒരു പ്രധാനമന്ത്രിയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ചില കള്ളങ്ങൾ കൂടിയുണ്ട്. അത് 2016 നവംബറിൽ കാൺപൂരിൽ ഇൻഡോർ പാറ്റ്ന എക്സ്പ്രസിൻ്റെ പാളം തെറ്റിയ സംഭവമുണ്ട്. 2016 നവംബറിൽ കാൺപൂരിൽ വെച്ച് ഇൻഡോറിൽ നിന്ന് പാറ്റ്നയിലേക്ക് പോയ തീവണ്ടിയുടെ 14 കോച്ചുകൾ പാളം തെറ്റുകയും 150 വിലപ്പെട്ട ജീവനുകൾ ആ തീവണ്ടി അപകടത്തിൽ നഷ്ടപ്പെടുകയും ചെയ്തു. 2016 നവംബർ. 2017 ഉത്തർപ്രദേശിൽ അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശിൽ പോയി ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഞാൻ പറയുന്നത് BJP നേതാവ് നരേന്ദ്രമോദിയെ കുറിച്ചല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു, കാൺപൂരിൽ നടന്ന ഈ തീവണ്ടി അപകടത്തിന് പിന്നിൽ നിങ്ങൾ കരുതുന്നത് പോലൊരു അപകടമല്ല, അത് ISI നടത്തിയ അട്ടിമറിയാണ്. ISI എന്ന് പറയുന്നതൊന്നും ശരിയായ കാര്യമൊന്നുമല്ല. പക്ഷെ ISI നടത്തിയ അട്ടിമറിയാണ് കാൺപൂരിൽ ഇപ്പോൾ നടന്ന ഈ അപകടമെന്ന് ആ അപകടത്തിൽ നൊന്ത് വെന്ത് തപിച്ചു കഴിയുന്ന മനുഷ്യരോട് പറയുന്നു മോഡി. അതേ മോഡി തന്നെ അതേ തെരഞ്ഞെടുപ്പിൽ പറയുന്നു, നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ദീപാവലി ഇരുട്ടിലായിരുന്നു, ഈദിന് ഒരുപാട് കറണ്ട് സപ്ലൈ ചെയ്തു, ദീപാവലിക്ക് കറണ്ട് സപ്ലൈ ചെയ്തില്ല എന്ന്. രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ക്ലബ് ചെയ്ത് നോക്കണം. കാൺപൂരിൽ 2016 നവംബറിൽ ഒരു തീവണ്ടി അപകടം പാളം തെറ്റുന്നു, 150 പേർ മരിക്കുന്നു. അതിനെ തുടർന്ന് 2017 വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UPയിൽ മോഡി അവിടെ ചെല്ലുന്നു. എന്നിട്ട് ഇതിൽ തപിച്ചു നിൽക്കുന്ന ജനക്കൂട്ടത്തിനോട്, ഈ അപകടത്തിൽ വെന്ത ജനക്കൂട്ടത്തിനോട് പറയുന്നു, ഈ തെറ്റിച്ചതിന് പിന്നിൽ ISI തീവ്രവാദികളുടെ പ്രവൃത്തിയാണ് എന്ന് പ്രധാനമന്ത്രി ഔദ്യോഗികമായി പറയുന്നു. എന്നിട്ട് പറയുന്നു, നിങ്ങളുടെ ഗവൺമെൻറ് എന്തു ചെയ്തു, ഇവിടെ ഈദിന് കറണ്ട് കൊടുത്തു, ദീപാവലി ഇരുട്ടിലാക്കി. ഈ രണ്ട് കള്ളങ്ങൾ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി ഒരു ജനതയോട് പറയാൻ പാടുള്ളതല്ല. കാരണം ഉത്തർപ്രദേശിൻ്റെ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് മിസ്റ്റർ ജവീദ് അഹമ്മദ് എന്നാണ് അയാളുടെ പേര്, ഒപ്പം DG റെയിൽവേസ്, ഇവർ ചേർന്നിറക്കിയ ആധികാരികമായ അന്വേഷണത്തിനൊടുവിൽ അത് പാളത്തകരാറ് കൊണ്ടുള്ള പാളം തെറ്റൽ മാത്രമായിരുന്നുവെന്നും ആ തീവണ്ടി അപകടം ഒരു അട്ടിമറിയായിരുന്നില്ല എന്നും തെളിയുകയും അറിയിക്കുകയും ചെയ്തു. അതതിനു മുമ്പ് പ്രധാനമന്ത്രി പറഞ്ഞു ഇത് അട്ടിമറിയാണെന്ന്. ഒപ്പം ആ വർഷത്തെ സംസ്ഥാനത്തെ വിദ്യുത് ശക്തി വിതരണ കണക്കനുസരിച്ച് ഈദിന് കൊടുത്തിരിക്കുന്നത് 13,500 മെഗാവാട്ട്സോ മറ്റോ ആണെങ്കിൽ ദീപാവലിക്ക് കൊടുത്തിരിക്കുന്നത് 15,400 മെഗാവാട്ട്സാണ്. ദീപാവലിക്ക് ആവശ്യത്തിൽ കൂടുതൽ കറണ്ട് സമ്മാനിക്കുകയും പ്രഭാപൂരമാക്കി മാറ്റുകയും ചെയ്തു. അതിനേക്കാൾ കുറവായിരുന്നു ഈദിന് സമ്മാനിച്ചത്. ഈ കള്ളങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ ശ്യാമപ്രസാദ് മുഖർജിയുടെ കാര്യത്തിലെ കള്ളം പോലെ, എൻറ്റയർ പൊളിറ്റിക്സിൻ്റെ കാര്യത്തിലെ കള്ളം പോലെ, ആദ്യത്തേതിലെ നാവുപിഴ പോലെയോ രണ്ടാമത്തേതിലെ പൊങ്ങച്ചം പോലെയോ ഉരുവായ കള്ളങ്ങളല്ല. ഞാനിപ്പോൾ പറഞ്ഞ കള്ളങ്ങൾ, തിമ്മയ്യയുടെ കാര്യത്തിൽ നടന്ന കള്ളങ്ങൾ, ഈ കള്ളങ്ങളൊക്കെ ബോധപൂർവമായി ഒരു ജനക്കൂട്ടത്തെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടിയുള്ള കള്ളങ്ങളാണ്. ഇത്തരം കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട് ചരിത്രത്തിൽ. ഇത്തരം കള്ളങ്ങൾ പറഞ്ഞ് ജൂത സമൂഹത്തിനെതിരെ ക്രൂരമായി ജൂതരെ വേട്ടയാടുവാൻ വേണ്ടി ഇതര സമൂഹത്തിനോട് കള്ളങ്ങൾ പറഞ്ഞ് പ്രേരിപ്പിച്ച മനുഷ്യന്റെ പേര് അഡോൾഫ് ഹിറ്റ്ലർ എന്നാണ്. ഒരു സമൂഹത്തിനെതിരെ മറ്റൊരു സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കുവാൻ വേണ്ടി കള്ളങ്ങൾ ആവിഷ്കരിക്കുന്ന ഒരു ഭരണാധികാരി. കേരളത്തിൽ BJPക്ക് പ്രവർത്തിക്കുവാൻ സ്വാതന്ത്ര്യം കിട്ടുന്നില്ല, സംഘപരിവാറിന് സഞ്ചാര സ്വാതന്ത്ര്യമില്ല എന്ന് പ്രസംഗിച്ച ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി അല്ലേ? അപ്പം അതുകൊണ്ട് ആ കള്ളങ്ങൾ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയുള്ള കള്ളങ്ങളെ നമുക്ക് മറക്കാം. ഇവിടെ ദൈവത്തിൻ്റെ പേര് പറയാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്ന മലയാളികൾക്കറിയാം. രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയുള്ള കള്ളങ്ങൾ നമുക്ക് മറക്കാം. പക്ഷേ ഒരു രാജ്യത്തിലെ ഒരു വിഭാഗം ജനങ്ങളെക്കുറിച്ച് മറുവിഭാഗം ജനങ്ങളോട് അസത്യപ്രചരണം നടത്തി അവിടെ സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദി, സങ്കടമുണ്ട്. 1972 തലശ്ശേരിയിൽ ഇസ്ലാം ദേവാലയത്തിൽ മുസ്ലിം പള്ളിയിൽ വർഗീയവാദികൾ ആക്രമിക്കുവാൻ വേണ്ടി പാഞ്ഞെടുത്തപ്പോൾ 1972 ജനുവരി മാസം 4-ാം തീയതിയാണെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് അവിടെ ഈ ഹിന്ദു വർഗീയ പ്രവർത്തകരെ മുസ്ലിം പള്ളി ആക്രമിക്കുന്നതിൽ നിന്ന് തടഞ്ഞ് സ്വന്തം ജീവൻ ബലിയർപ്പിച്ച മനുഷ്യൻ്റെ പേര് UK കുഞ്ഞിരാമൻ എന്നായിരുന്നു. അതിനെ തുടർന്ന് വന്ന ജോസഫ് വിധേയത്തിൽ കമ്മീഷൻ എന്ന് പറയുന്ന കമ്മീഷൻ എഴുതിയ ഔദ്യോഗികമായ കോടതി രേഖ കേരളത്തിൽ മത സൗഹാർദ്ദം നിലനിർത്തുന്നതിനും വർഗീയ കലാപങ്ങൾ തടയുന്നതിനും ഭരണകൂട സ്ഥാപനങ്ങളെ പോലെയോ അതിന് മുകളിലോ പങ്കുവഹിക്കുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്ന രാഷ്ട്രീയമാണ്. ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത്.
അപ്പോൾ അത്തരം പ്രസ്ഥാനങ്ങളുള്ള അത്തരം ജനങ്ങളുള്ള ഒരു നാടാണ് കേരളം. അതുകൊണ്ട് തന്നെ കൂടിയാണ് ഒരു മലയാളി എന്നുള്ള നിലയിൽ സർ, ബഹുമാനപ്പെട്ട പ്രൈം മിനിസ്റ്റർ, ഒരു രാജ്യത്തിലെ ജനങ്ങളെ, വിഭിന്ന മതക്കാരായ ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുകയല്ല, അവരെ പരസ്പരം ഒരുമിപ്പിക്കുകയാണ് ഒരു പ്രധാനമന്ത്രി ചെയ്യേണ്ടത്. ഇന്ത്യയുടെ സിഖുകാരുടെ ഏറ്റവും വലിയ ആരാധനാ കേന്ദ്രമായ സുവർണ ക്ഷേത്രത്തിൻ്റെ തറക്കല്ലിട്ടത് ഒരു സിഖ് സന്യാസി ആയിരുന്നില്ല, മറിച്ച് മീർ മുഹമ്മദ് സാഹിബ് എന്ന ഇസ്ലാം സൂഫി വര്യനായിരുന്നുവെന്നും അതാണ് ഇന്ത്യ എന്ന് പറയുന്ന നാനാത്വത്തിൽ ഏകത്വമുള്ള രാജ്യത്തിൻ്റെ വൈവിധ്യങ്ങൾക്കകത്ത് സൂക്ഷിക്കുന്ന മഴവിൽ ഏകതയുടെ പൊരുളെന്നും തിരിച്ചറിയുവാനുള്ള പക്വത, ദേശീയബോധം കാണിക്കാത്തിടത്തോളം പ്രിയപ്പെട്ട ബഹുമാന്യനായ പ്രധാനമന്ത്രി, താങ്കൾ നുണകൾ കൊണ്ട് ഒരുക്കിക്കൂട്ടുന്ന ഒരു വല്ലാത്ത കപട നരകമുണ്ടല്ലോ, ആ നരകത്തിൽ